കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 49. രചന ശാലിനി ഇ. റെക്കോർഡിംഗ് ഉള്ളതിനാൽ മഹാദേവനും ബദ്രിയും പുലർച്ചെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയിരുന്നു. സത്യപ്രതാപനും രേണുകയും ദേവദത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ചിലങ്കയും നദിയും രാവിലെ തന്നെ തിരുനന്തനത്ത് എത്തിയിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന കാർത്തിയെ ശല്യം ചെയ്യുകയെന്ന ജോലിയായിരുന്നു ചിലങ്കയ്ക്ക്. കൂടെ അവൾ നദിയെയും കൂട്ടി. കടലാസെടുത്ത് ചുരുട്ടി മൂക്കിൽ വെച്ച് കാർത്തിയെ കൊണ്ട് തുമ്മിക്കുക എന്നതാണ് ചിലങ്കയുടെ പ്രധാന ജോലി. 2 പ്രാവശ്യമൊക്കെ അവൻ കിടന്നുകൊണ്ട് തുമ്മി. 3ാമത്തെ വട്ടം ചാടി എഴുന്നേറ്റപ്പോഴേക്കും നദി കട്ടിലിൻ്റെ വശത്തേക്ക് തലതാഴ്ത്തിയിരുന്നു കഴിഞ്ഞിരുന്നു. പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് വലിച്ചെറിഞ്ഞ് അവൻ ചിലങ്കയെ പിടിക്കാനായി ഓടി. വലിയ ഫാമിലി കോട്ട് കട്ടിലിന് ചുറ്റും ചിലങ്ക ഓടിയതും മറുവശത്ത് പതുങ്ങിയിരുന്നിരുന്ന നദിയെ തട്ടി മറിഞ്ഞു വീണു. അയ്യോ എന്ന് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞപ്പോഴേക്കും കാർത്തി വന്നു ചിലങ്കയുടെ ചെവിക്ക് പിടിച്ചു കഴിഞ്ഞിരുന്നു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്ത് കളി കളിച്ചാലും എന്നെക്കൊണ്ട് തുമ്മിക്കുന്ന കളി മാത്രം കളിക്കരുതെന്ന്. ഇന്ന് ഞാൻ നിൻ്റെ ചെവി പൊന്നാക്കും. നീ എന്തിനാടി ഇവിടെ വന്ന് കിടന്ന് എന്നെ തട്ടിമറിച്ചിട്ടത്? ചിലങ്ക പരിഭവത്തോടെ നദിയെ നോക്കി. അവൾ പതിയെ വീണ് കിടക്കുന്നിടത്തുനിന്നും എഴുന്നേറ്റ് നിന്നു. കാർത്തി അപ്പോഴേക്കും ചിലങ്കയെ സോഫയിൽ കൊണ്ടിരുത്തി കഴിഞ്ഞിരുന്നു. എന്നിട്ട് കുനിഞ്ഞു നിന്ന് അവളുടെ 2 ചെവി പിടിച്ച് വട്ടത്തിൽ കറക്കി. വിട് കാർത്തിയേട്ടാ, നിൻ്റെ കുരുത്തക്കേട് മുഴുവൻ അതിനെക്കൂടി പഠിപ്പിക്കാനാണോ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? കാർത്തി കൃത്രിമ ദേഷ്യത്തോടെ ചോദിച്ചു. അതേലോ, ഞാൻ ഇനിയും പഠിപ്പിക്കും. കാർത്തി മുതലാളി എന്തു ചെയ്യും? അവൾ കുറുമ്പോടെ ചോദിച്ചു. കാർത്തി മുതലാളിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. നീ എന്നെ വെറുതെ ഭ്രാന്തി പിടിപ്പിക്കേണ്ട. കാർത്തിയേട്ടൻ എന്തേ എൻ്റെ ചെക്കനെ കാണാൻ പോകാതിരുന്നത്? ചെക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലപോലെ അന്വേഷിച്ചില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് എന്നോടെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കും. അവൾ സമാധാനപാതയിലേക്ക് വന്നതും അവൻ അവളുടെ അരികിലിരുന്നു. അതെന്തേ, കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ നിൻ്റെ വീടായ ഗോവർദ്ധനത്ത് വന്ന് നിൽക്കാൻ നിനക്ക് സ്ഥലമുണ്ടാവില്ല? ഇല്ല, ചെക്കന് വല്ല കൊള്ളരുതായ്മയുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ജോലി കാർത്തിയേട്ടൻ്റേതാ. കാർത്തി അവളുടെ നേർക്ക് നോക്കിയിരുന്നു. നദി ഇപ്പോഴും കുറച്ചു മാറി നിന്ന് അവരുടെ കലാപരിപാടികൾ കാണുകയാണ്. ചിലങ്ക കാണിക്കുന്നത് പോലെയെല്ലാം കാണിക്കാൻ അവൾക്ക് കൊതി തോന്നുന്നുണ്ട്. എന്നാൽ ഒരു അപകർഷതാബോധം അവളെ പിന്നോട്ട് വലിക്കുന്നു. നിനക്ക് ദേവദത്തിന് ഇഷ്ടമായോ ചില്ലു? അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടാണ് കാർത്തി ചോദിച്ചത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു. ഇഷ്ടമായൊന്ന് ചോദിച്ചാൽ ഒറ്റനോട്ടത്തിൽ എനിക്കിഷ്ടമായി. ആള് സുന്ദരനല്ലേ, പക്ഷേ അതുപോരല്ലോ. ആളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒടുവിൽ കണ്ണീർ നായികയാവാനൊന്നും എന്നെ കിട്ടില്ല. കാർത്തിയേട്ടൻ നന്നായി അന്വേഷിക്കൂ. എനിക്ക് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭംഗി അല്പം കുറഞ്ഞാലും പണത്തിൻ്റെ അളവ് പറഞ്ഞാലും നല്ലൊരു മനസ്സുള്ള ആളായാൽ മതി. അവസാനത്തെ വാക്ക് പറയുമ്പോഴേക്കും അവളുടെ സ്വരം നേർത്തിരുന്നു. കാർത്തിയുടെ ഉള്ളിലും ഒരു പിടപ്പുണ്ടായി. അവൻ ചിലങ്കയുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. അപ്പോഴാണ് നദി നിൽക്കുന്നത് അവൻ കാണുന്നത്. അവൻ അവളെ തലകൊണ്ട് മാടി വിളിച്ചു. എന്നാൽ നദി നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. ഇങ്ങോട്ട് വാടി, സ്വല്പം കർക്കശ സ്വരത്തിലാണ് അവൻ വിളിച്ചത്. നദിയുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൾ വേഗം കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ ഇരിക്ക്. അവൻ അവൻ്റെ അരികിൽ സോഫയിൽ കൈകൊണ്ട് തട്ടി. നദി അനുസരണയോടെ പതിയെയിരുന്നു. ഇന്ന് കോളേജില്ലേ? ഇല്ല, സമരമാണ്. ഓഹോ, സമരമൊക്കെ ഇപ്പോൾ മുന്നേ കൂട്ടി അറിയിക്കൽ തുടങ്ങിയോ? ഞങ്ങളുടെയൊക്കെ കാലത്ത് മറ്റുള്ള കോളേജിൽ നിന്നും സമരക്കാർ വരണമായിരുന്നു. എന്നാലേ കോളേജ് വിടൂ. അല്ലെങ്കിൽ കോളേജിൽ തന്നെ ഏത് പാർട്ടിക്കാരുടേതാണ് സമരമെങ്കിൽ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങണം. കാലങ്ങളൊക്കെ മാറിയില്ലേ? ഇപ്പോൾ സമരമാണെന്ന് ന്യൂസ് കണ്ടാൽ വീട്ടിലിരിക്കാം. അവൻ്റെ ചോദ്യത്തിൽ കളിയാക്കലിൻ്റെ ധ്വനിയുണ്ടെന്ന് 2 പേർക്കും മനസ്സിലാവുന്നുണ്ട്. അവളോട് ഞാനാ പറഞ്ഞത് ഇന്ന് പോവേണ്ടെന്ന്. എന്തായാലും പ്രവർത്തകർ സമരം എടുക്കാതിരിക്കില്ല. അവിടെ പോയി തിരിച്ചു വരുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കുന്നതല്ലേ. അപ്പോൾ ഇവൾക്കുള്ള അറ്റൻഡൻസ് നീ കൊടുക്കുമായിരിക്കും അല്ലേ? കാർത്തി അത് ചോദിച്ചതും ചിലങ്ക അവൻ്റെ നേർക്ക് മുഖം ചുളുക്കി നോക്കി. അല്ലാതെ ഞാനിതിന് എന്താ പറയേണ്ടത്?
ഇവളുടെ കൂടെ കൂടി ഉള്ള കുരുത്തക്കേട് മുഴുവൻ പഠിച്ചു വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നും നീ നല്ലത് വാങ്ങിക്കും കുഞ്ഞോളെ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു നിമിഷം നദി ശ്വാസം വിലങ്ങിയത് പോലെയിരുന്നു. കാർത്തിയേട്ടനിപ്പോൾ എന്താ പറഞ്ഞതെന്ന ഭാവത്തിൽ ചിലങ്കയും. ഒരു നിമിഷം കഴിഞ്ഞാണ് തൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ആ വാക്കിനെക്കുറിച്ച് കാർത്തി ബോധവാനാകുന്നത്. എന്തെങ്കിലും പറഞ്ഞല്ലേ തീരൂ. അവൻ പതിയെ നദിയുടെ നേർക്ക് തിരിഞ്ഞു. മോളെ. ആ വിളിയിൽ ആർദ്രത ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, വാത്സല്യമുണ്ടായിരുന്നു. എനിക്ക് താഴെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അമ്മയോടൊപ്പം എനിക്ക് അവളെയും നഷ്ടപ്പെട്ടു. നിന്നെ കാണുമ്പോൾ എനിക്കെൻ്റെ കുഞ്ഞോളെയാണ് ഓർമ്മ വരുന്നത്. അതാ പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ അങ്ങനെയൊരു വാക്ക് വന്നത്. മരിച്ചുപോയ അനിയത്തിയായിട്ടാണ് തന്നെ കാണുന്നത് എന്ന് അറിവ് നദിയിൽ സന്തോഷം നിറച്ചു. അപ്പോൾ അനിയത്തിയായിട്ട് സാറിൻ്റെ മനസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അന്ന് ഓഫീസിൽ വെച്ച് അപകടമുണ്ടായപ്പോൾ അത്രയേറെ രോഷാകുലനായതല്ലേ. അവൾ ഒരു ഇളം പുഞ്ചിരിയോടെ അവനെ നോക്കി. എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. നിങ്ങളിനി എന്താ ചെയ്യുന്നത്? ഞങ്ങളും ഓഫീസിലേക്ക് വരുന്നു. ഞാൻ വൈകുന്നേരം വരെ നദിയുടെ കൂടെ ഇരുന്നോളാം. എന്നിട്ട് വേണം ആ നിർമ്മല സുകുമാരനെ പുകച്ച് പുറത്തു ചാടിക്കാൻ. കാർത്തി അങ്ങനെ പറഞ്ഞതും ചില്ലു അവൻ്റെ നേർക്ക് നോക്കി കൊഞ്ഞനം കുത്തി. രണ്ടും കൂടി ഇവിടെ ഇരുന്ന് കുത്തിമറി. ഞാൻ പോയി ഫ്രഷായി വരാം. അവൻ ബാത്ത് ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. രണ്ടുപേരെയും ഓഫീസിലിറക്കിയതിന് ശേഷം കാർത്തി അവൻ്റെ ക്യാബിനിലേക്ക് പോയി. കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നത് അവൻ വളരെ വേഗത്തിൽ ചെയ്തു തീർത്തു. 12 മണി കഴിഞ്ഞതും അവൻ ഫിലിപ്പിനെ വിളിച്ചു. ഞാൻ മേഘ ഗ്രൂപ്പിൻ്റെ ഓഫീസ് കെട്ടിടത്തിന് മുന്നിലുണ്ട് സാർ. കുറച്ചു നേരത്തെ ദേവദത്തിൻ്റെ കാർ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. സാർ അവിടുന്ന് തിരിച്ചോ? ഇതാ ഇറങ്ങുകയാണ്. നീ അവിടെ തന്നെ ഉണ്ടാവണം. തീർച്ചയായും സാർ, പെട്ടെന്ന് പോന്നോളൂ. 3/4 മണിക്കൂർ നേരത്തെ ഡ്രൈവ് വേണ്ടി വന്നു ഫിലിപ്പ് അയച്ചു കൊടുത്ത ലൊക്കേഷനിലെത്താൻ. ഉള്ളിൽ തന്നെയുണ്ട്, പുറത്തേക്ക് പോയിട്ടില്ല. ഫിലിപ്പ് അവനെ കണ്ടപാടെ പറഞ്ഞു. ശരി, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. ഫിലിപ്പിനോട് യാത്ര പറഞ്ഞ് കാർത്തി കാർ ഗേറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. സെക്യൂരിറ്റി മുന്നിലേക്ക് വന്നതും തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ MD ആണെന്ന് പറഞ്ഞ ഉടനെ അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു. കാർ ഉള്ളിൽ പാർക്ക് ചെയ്ത് അവൻ റിസപ്ഷനിലേക്ക് കയറി ചെന്നു. അവിടെയും തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ MD ആണെന്ന് പറഞ്ഞതുകൊണ്ട് ദേവദത്തിനെ കാണാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. റിസപ്ഷനിസ്റ്റ് വേഗം തന്നെ ഫോണിലൂടെ ദേവദത്തനെ ബന്ധപ്പെട്ടു. ഉടനെ ചെല്ലാൻ മറുപടിയും കിട്ടി. റിസപ്ഷനിലെ കോൾ കട്ട് ചെയ്തതിന് ശേഷം ദേവദത്ത് സിദ്ധാർത്ഥനെ വിളിച്ച് വിവരം പറഞ്ഞു. ആ വരവ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും കാർത്തിക് മഹാദേവനെ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്ക്. അതിനുശേഷം നമുക്ക് തീരുമാനമെടുക്കാം. കോൾ കട്ട് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഡോറിൽ knock ചെയ്യുന്ന ശബ്ദം കേട്ടത്. വരാൻ പെർമിഷൻ കൊടുത്തതും ഡോർ തുറന്നു വന്ന കാർത്തിയെ കണ്ട് ദേവദത്തൻ വിനയപുരസ്സരം എഴുന്നേറ്റ് നിന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചില്ല. ഇരിക്കൂ. സൈഡിലെ സോഫയിലേക്ക് വിരൽ ചൂണ്ടി ദേവദത്തൻ പറഞ്ഞു. കാർത്തിയോടൊപ്പം ദേവദത്തനും സോഫയിലേക്ക് ഇരുന്നു. വളച്ചുകെട്ടില്ലാതെ 2-3 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുഖവേരൊന്നുമില്ലാതെ കാർത്തി പറഞ്ഞു. കാർത്തിയുടെ ശബ്ദത്തിലെ ഗാംഭീര്യവും അവൻ്റെ മുഖത്തെ പേശിചലനവും ശ്രദ്ധിച്ചിരുന്ന ദേവദത്തിന് ചെറിയൊരു ഭയം തോന്നാതിരുന്നില്ല. പറയൂ. നീ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണല്ലേ? ആ ചോദ്യത്തിന് ദേവദത്തിന് ഒന്ന് വിരണ്ടുപോയി. ഇയാൾക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി എന്നായിരുന്നു അവൻ്റെ മനസ്സിൻ്റെ ചോദ്യം. എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നതൊന്നും നിൻ്റെ വിഷയമല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി യെസ് ഓർ നോ. നോ. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ദേവദത്ത് മറുപടി പറഞ്ഞു. ദേവദത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ കാർത്തിയുടെ മിഴികൾ ഒന്ന് ചുരുങ്ങി. നിൻ്റെ
പ്രണയം നേടിയെടുക്കാനുള്ള ഒരു നാടകമല്ലേ ഈ പ്രൊപ്പോസൽ? നോ. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ പ്രൊപ്പോസലിൽ നീ മാറിപ്പോകാൻ ഇന്നേക്ക് ഒരു ദിവസം ഞാൻ സമയം തരാം. ഇല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്തെന്ന് നീ താനേ അറിയും. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി സോഫയിൽ നിന്നും എഴുന്നേറ്റു. പറഞ്ഞത് മറക്കണ്ട, ഇന്നേക്ക് ഒരു ദിവസം മാത്രം. അതിനുള്ളിൽ നീ നിൻ്റെ തീരുമാനം വീട്ടിൽ അറിയിച്ചേക്കണം. ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് സത്യപ്രതാപൻ്റെ വീട്ടിലും അറിയിച്ചേക്കണം. അതല്ല, നിനക്ക് ഈ പ്രൊപ്പോസലുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ബാക്കിയെല്ലാം നമുക്ക് നേർക്കുനേർ. കാർത്തി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടും അവൻ വിറച്ചു വെച്ച ഭയാനകത ദേവദത്തിനെ വിട്ടുപോയില്ല. കാർത്തി പോയെന്ന് ഉറപ്പുവരുത്തിയതും ദേവദത്ത് ഫോണെടുത്ത് സിദ്ധാർത്ഥിനെ വിളിച്ചു. അവിടെ നടന്ന സംഭാഷണങ്ങൾ വിശദീകരിച്ചു. ഞാനില്ല സിദ്ധു, അയാളെ കണ്ടപ്പോഴേ എൻ്റെ മുട്ടി വിറയ്ക്കുന്നു. നമുക്ക് ഈ പ്രൊപ്പോസൽ വിടാം. ഇന്ന് തന്നെ അച്ഛനോട് പറയാം എനിക്കിഷ്ടപ്പെട്ടില്ലെന്ന്. നീ എടുത്തു ചാടിയൊന്നും പറയല്ലേ. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യേ. പിന്നെ കാർത്തിക് മഹാദേവൻ്റെ ശല്യം ഈ കല്യാണക്കാര്യത്തിൽ ഉണ്ടാകില്ല. നിനക്ക് നിൻ്റെ പെണ്ണിനെ കെട്ടി സുഖമായി ജീവിക്കണോ? എങ്കിൽ നിൻ്റെ മുന്നിൽ ഈ വഴി മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നീ നിൻ്റെ അച്ഛനെ വിളിച്ചു പറയണം. അതോടെ കാർത്തിയുടെ കാര്യത്തിൽ സത്യപ്രതാപൻ തീരുമാനമെടുക്കും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. സിദ്ധാർത്ഥ പറയുന്നത് കേട്ട് തള്ളണോ കൊള്ളണോ എന്ന ചിന്തയിൽ വിറങ്ങലിച്ചിരുന്നു ദേവദത്ത്. സിദ്ധു, ഞാനിങ്ങനെ പറഞ്ഞെന്ന് അയാൾ അറിഞ്ഞാൽ സത്യമായും എൻ്റെ കഴുത്തിനു മേലെ തല കാണില്ല. എൻ്റെ മരണം കാണാൻ നിനക്കത്രയും കൊതിയാഴോ? സിദ്ധു ഒന്ന് ചിരിച്ചു. നിൻ്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. നീ അത് ശരിക്കും വിനിയോഗിച്ചാൽ നിൻ്റെ ലൈഫ് കളറാകും. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ നീ പറഞ്ഞതുപോലെ അച്ഛനോട് പറയാം. ഗുഡ്, നല്ല തീരുമാനം. എങ്കിൽ പിന്നെ സമയം കളയണ്ട. ആദ്യം സ്വയം റിഹേഴ്സൽ എടുത്തിട്ട് അച്ഛനെ വിളിച്ചാൽ മതി. അപ്പുറത്ത് കോൾ കട്ടായതും ദേവദത്ത് ഫോൺ കയ്യിൽ പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.